UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയുടെ 211 കോടി രൂപ കാണാനില്ല. ചെക്ക് വഴിയുള്ള വരവായി നഗരസഭാ രേഖകളിലുള്ള പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എന്നാണ് ആരോപണം. ക്രമക്കേട് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. കോട്ടയം നഗരസഭയുടെ 7 ബാങ്ക് അക്കൗണ്ടുകളിൽ നഗരസഭാ രേഖകൾ പ്രകാരം കാണേണ്ട പണമാണ് കാണാതായത്. മുനിസിപ്പൽ ഡയറക്ടറേറ്റ് വിജിലൻസിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. നഗരസഭയിൽ 211 കോടി രൂപയുടെ ചെക്ക് വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത്രയും തുക ബാങ്കിൽ എത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷം പറയുന്നു. ഇതിപ്പം ഒടുവിലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടേക്കുന്നതാണ് 211 കോടി രൂപയുടെ ഓൺ ഫണ്ടിൽ നമ്മുടെ നഗരസഭാ അക്കൗണ്ടിൽ കാണേണ്ട പൈസ ഇല്ല എന്നുള്ള വിവിധ ബാങ്കുകളിലായിട്ട് വന്ന ചെക്കുകൾ പക്ഷേ ആ ബാങ്കിൽ എത്തിയിട്ടില്ല, നിക്ഷേപത്തിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല. അത് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് കൃത്യമായ ഒരു വിശദീകരണം തരാൻ നഗരസഭാ സെക്രട്ടറിക്കോ ചെയർപേഴ്സണോ കഴിയുന്നില്ല എന്നുള്ള വസ്തുത. ഇത്രയും വലിയ അഴിമതിയാണ്. ആരോപണം ഉന്നയിക്കുന്ന കാര്യം സംബന്ധിച്ച് അന്വേഷിക്കാൻ നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതായി ചെയർപേഴ്സൺ. ഇതിനെപ്പറ്റി ഉദ്യോഗസ്ഥ തലത്തിലോ ഓഡിറ്റ് തലത്തിലോ എനിക്ക് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇന്നലെ കൗൺസിൽ യോഗത്തിന് ശേഷം അടിയന്തരമായിട്ട് സെക്രട്ടറിക്ക് ഇതിനെപ്പറ്റി പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ മുൻ ജീവനക്കാരൻ പെൻഷൻ ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപയോളം തട്ടിയെടുത്തിരുന്നു. ഇതു സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ ആരോപണം ഉയർന്നിട്ടുള്ളത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.